സർ, ഇന്ത്യയിലെ മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലുള്ള ജൂതന്മാരെ കൊണ്ടുപോകാനായിട്ട് നെതന്യാഹു തീരുമാനിക്കുന്നു. അപ്പം ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും അതിനെ പിന്തുണയ്ക്കുമോ അതോ? ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ജൂതന്മാരെയൊക്കെ നേരിട്ട് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയ ആളുകളെ ഈ പലസ്തീൻ ഗാസ ഉണ്ടല്ലോ, ആ മേഖലകളിലൊക്കെ കൊണ്ടാണ് പാർപ്പിച്ചതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് നേരത്തെ. ഈ ചുരാചന്ദ്പൂർ ഒക്കെ ഉണ്ടല്ലോ മണിപ്പൂരിലും ഒക്കെ, ആ ഭാഗത്തുള്ള ഈ അത്യാവശ്യം ഈ പെന്തക്കോസ്ത് വിശ്വാസിയൊക്കെ ആയിരുന്ന ഒരാൾക്കൊരിക്കലും ഒരു സ്വപ്നമൊക്കെ ഉണ്ടായി. ഈ ബെനെ മനാഷെ എന്ന് പറഞ്ഞ ഗോത്രം, ജൂത ഗോത്രം ആണ് പഴയത്. ബെനെ മനാഷെ, അതായത് ഈ ജൂതന്മാരെ അസീറിയക്കാരെ ആക്രമിക്കുക, ഈ അറബികളെ ആക്രമിക്കുക, അല്ലേ, മുസ്ലിങ്ങളെ ആക്രമിക്കുക, ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഒന്നാം ദേവാലയം, രണ്ടാം ദേവാലയം, ഇങ്ങനെ ജെറുസലേമിലെ, അപ്പം അങ്ങനെ ആക്രമിച്ചിട്ട് ചില ഗോത്രങ്ങൾ അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുകയോ ചില ഗോത്രങ്ങൾ പലായനം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് 10 ഗോത്രങ്ങൾ, ജൂതഗോത്രങ്ങൾ, ലോസ്റ്റ് ട്രൈബ്സ് എന്ന് പറയും, കാണാതായ ഗോത്രങ്ങൾ, അങ്ങനെ 10 ഗോത്രങ്ങൾ കാണാതായല്ലോ ജൂതന്മാരുടെ. അതിൽപ്പെട്ട ബെനെ മനാഷെ എന്ന് പറഞ്ഞ ഗോത്രത്തിൽപ്പെട്ട കുറേ പേര് മണിപ്പൂരിലും മിസോറാമിലും താമസിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിലാണ്. DNA ടെസ്റ്റും ഒക്കെ ചെയ്തിരുന്നു. അത് കൺക്ലൂസീവായിട്ട് തെളിയിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അവരെ ജൂതഗോത്രങ്ങളിലെ കാണാതായവർ എന്ന് കണക്കാക്കി ഇവരെ മുഴുവൻ അങ്ങോട്ട് ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതി 2030 പൂർത്തീകരിക്കാനാണ് പദ്ധതി. 1800 ബെനെ മനാഷെകൾ ഈ പ്രദേശത്ത് വടക്ക് കിഴക്ക് ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത്രയും ജൂതന്മാർ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പാർപ്പിക്കാൻ പോകുന്നത് ലെബനൻ അതിർത്തിയിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ മനുഷ്യാവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നെതന്യാഹു പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു സയനിസ്റ്റ് നീക്കമാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സയനിസം എന്ന് പറഞ്ഞാൽ ജൂതന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മിസോറാമിൽ നിന്നും മണിപ്പൂരിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. ഘട്ടം ഘട്ടമായി ഇവരെ ഗലീലിയിൽ പാർപ്പിക്കും. ഗലീലിയൊക്കെ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളാണ്, യേശുവൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ഗലീലിയിൽ ആണ് പാർപ്പിക്കാൻ പോകുന്നത്. വടക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാന മേഖലയാണ് ഗലീലി. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ലെബനനുമായി അടുത്ത് കിടക്കുന്നതുകൊണ്ട് ലെബനൻ അതിർത്തിയാണ്. ശരിക്കും ഈ ലെബനൻ അതിർത്തിയിൽ നിന്ന് ജൂതന്മാരൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുന്ന സ്ഥലമാണത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തുനിന്ന് കൊള്ളുന്നത് കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് പാർപ്പിക്കുക. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുല്ല സംഘർഷം കാരണം ഇസ്രയേലികൾ ഒഴിഞ്ഞുപോയ മേഖലകളാണ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർപ്പിക്കാൻ. അപ്പോൾ 2026 1200 ബെനെ മനാഷെ ഗോത്രക്കാരെയാണ് മണിപ്പൂരിൽ നിന്നും മറ്റേ മിസോറാമിൽ നിന്നും കൊണ്ടുപോകാൻ പോകുന്നത്. ഇവർ ഹീബ്രു ഭാഷയൊക്കെ പഠിപ്പിക്കും കൊണ്ടുപോയ ശേഷം. പിന്നെ അതിനുള്ള ട്രെയിനിങ്ങൾ കൊടുക്കും, തൊഴിലവസരങ്ങൾ കൊടുക്കും, താൽക്കാലികമായ വീടുകൾ കൊടുക്കും. ഈ പദ്ധതിക്കെല്ലാം കൂടി ഇപ്പോൾ $27.4 മില്യൺ, അതായത് 244 കോടി രൂപ ഇസ്രയേൽ നീക്കി വെച്ചിട്ടുണ്ട്. 2 ദശകമായിട്ട് ഈ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ പദ്ധതി പൂർത്തിയാവാൻ പോവുകയാണ് 2030 ആകുമ്പോൾ. 2 ദശകമായിട്ട് 4000 പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഇസ്രയേല്. അതിന് അലിയ എന്നാണ് പറയുക, അങ്ങോട്ട് കൊണ്ടുപോകുന്ന യാത്രയ്ക്ക്. അപ്പോൾ ഇസ്രയേല് പണ്ട് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് AB സേലം എന്ന് പറഞ്ഞ ജൂതൻ, ഇവിടെ MLA ഒക്കെ ആയിരുന്ന ആളാണ്, കൊച്ചി നിയമസഭയിൽ AB സേലം റോഡൊക്കെ ഉണ്ട് അവിടെ മട്ടാഞ്ചേരി. AB സേലം ഗാന്ധിയനുമായിരുന്നു, ജൂതനായിരുന്നെങ്കിലും മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ച ആളാണ്. ചെന്നൈയിൽ നിയമം പഠിച്ച ആളാണ്. ഈ AB സേലം ആണ് ഇവിടെ നിന്നുള്ള ജൂതന്മാരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹം പോയില്ല.
അദ്ദേഹം പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇസ്രയേലിലെ ജനസംഖ്യ 1.1 കോടി, അതിൽ 73% പേരും ജൂതന്മാർ. പലസ്തീൻ മേഖലയിൽ 55 ലക്ഷം പേരാണ് ഉള്ളത്. അപ്പോൾ ഡെമോഗ്രഫി മാറ്റുക എന്നൊക്കെ ഉള്ളത് ഉദ്ദേശമുണ്ട്. ഇവർ തന്നെ പലസ്തീൻ മേഖലയിൽ കൊണ്ടുപോയി ഇവരെ പാർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ബൈബിളിലെ മനാസെ എന്ന് പറയുന്ന ഗോത്രമാണ് ഇവർ എന്നാണ് കരുതുന്നത്. ബൈബിളിൽ മനാസെ എന്ന് പറയുന്നുണ്ട്, ബനെ മനാസെ. സുക്കോത്ത് പോലുള്ള ആചാരങ്ങളുമൊക്കെ ഇവർ ഈ മണിപ്പൂരിൽ ഇവർ പാലിക്കുന്നൊക്കെ ഉണ്ട്. സിനഗോഗുകൾ ഉണ്ട് അവർക്ക്. 2005 ഇത്തരം പദ്ധതികൾക്ക് അംഗീകാരം കിട്ടിയിരുന്നു. അതായത് അവിടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട റബ്ബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ആചാര്യൻ, മതാചാര്യൻ ആണ് ഇവരെ അംഗീകരിച്ചത്, ബനെ മനാശയായിട്ട് അംഗീകരിച്ചത്. അങ്ങനെ മിസോറാമിലെയും മണിപ്പൂരിലെയും ഇവരെ ബനെ മനാശയാണെന്ന് റബ്ബി അംഗീകരിച്ച ശേഷമാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആലിയ തുടങ്ങിയത്. അപ്പോൾ ഗലീലിയിലാണ് ഈ നസ്രത്ത്, യേശുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നസ്രത്ത്. ടൈബീരിയാസ്, സഫേദ് ഒക്കെ ഗലീലിയിലാണ്. ഗലീലി കടൽ, ജോർദാൻ താഴ്വര, ഇതൊക്കെ ആ മേഖലയിലാണ്. അപ്പോൾ ഇപ്പോൾ പീയൂഷ് ഗോയൽ, നമ്മുടെ വാണിജ്യമന്ത്രി, ഇസ്രയേലിൽ പോയിരുന്നു, നെതന്യാഹുവായിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. നെതന്യാഹു അടുത്ത മാസം ഇന്ത്യയിൽ വരേണ്ടതായിരുന്നു. ആ സന്ദർശനം റദ്ദാക്കിയെന്ന് ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ കാര്യങ്ങളൊക്കെയാണ് പീയൂഷ് ഗോയലും നെതന്യാഹുവായിട്ട് സംസാരിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10 ലോസ്റ്റ് ട്രൈബുകൾ, കാണാതായ ഗോത്രങ്ങൾ 1970-ൻ്റെയൊക്കെ മധ്യത്തോടു കൂടി ആണ് ഇവർ ജൂത ആചാരങ്ങളൊക്കെ പിന്തുടരാൻ തുടങ്ങിയത്. ഈ മണിപ്പൂരിലും ഈ മിസോറാമിലും ഉള്ളവർ ചിൻ, കുക്കി, മിസോ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇതിലുള്ളത്. ഏതാണ്ട് 10,000 പേരോളം ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. 1950 ഇതിനുള്ള പ്രസ്ഥാനം തുടങ്ങി. ഗോത്ര നേതാവിന് ഒരു സ്വപ്നം ഉണ്ടായി, ഇങ്ങനെ ആ ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത്. എന്നിട്ട് റബ്ബി, ഇസ്രായേലിലെ റബ്ബി ഏലിയാഹു അവിച്ചയിൽ ആണ് ഇതിനു വേണ്ടി രംഗത്ത് വന്നത്, ഇവർക്ക് വേണ്ടി. 2003-2004 DNA പരിശോധനയൊക്കെ നടന്നു. 2005 റബ്ബി ശ്ലോമോ അമർ എന്ന് പറഞ്ഞ ആൾ രംഗത്തെത്തി. സെഫാർദി ജൂയിഷ് ചീഫാണ് അദ്ദേഹം, ആചാര്യൻ ഇസ്രയേലിലെ. അദ്ദേഹമാണ് ഇവരെ അംഗീകരിച്ചത്. ഈ ആദ്യ ദേവാലയം ജെറുസലേമിൽ ഉണ്ടായിരുന്ന കാലത്ത് യഹൂദിയ എന്ന് പറഞ്ഞൊരു രാജ്യം, ഇസ്രയേൽ എന്ന് പറഞ്ഞ് വേറൊരു രാജ്യം, 2 രാജ്യം ഉണ്ടായിരുന്നു. യൂദ, ബെഞ്ചമിൻ, ശീമോൻ, ലെവി എന്നൊക്കെ ഉള്ള മേഖലകളാണ് ഇതിലുണ്ടായിരുന്നത്. ആ ഇസ്രയേൽ രാജ്യത്ത് അന്ന് 10 ഗോത്രങ്ങൾ. അപ്പോൾ AD 721 ഇപ്പോൾ CE എന്നാണ് പറയുക, ക്രിസ്ത്യൻ ഇറ. 721 അസീറിയക്കാർ അധിനിവേശം നടത്തി ഇസ്രയേലിൽ, ആ ഇസ്രയേൽ രാജ്യത്ത് അന്നത്തെ. അപ്പം ഇന്നത്തെ ഇറാഖ്, അന്നത്തെ അസീറിയ, അങ്ങോട്ട് 10 ഗോത്രം അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ മണിപ്പൂരിലെ ചാലിയൻ തങ്ക എന്ന് പറഞ്ഞ ഇവരുടെ പെന്തക്കോസ്ത് നേതാവിനാണ് സ്വപ്നം ഉണ്ടായത്, നമ്മൾ ബനെ മനാശെ ആണെന്നുള്ളത്. അപ്പോൾ അന്ന് ആ സ്വപ്നത്തിൽ നിന്നാണ് ഈ പദ്ധതി വേര് പിടിച്ചത്. അപ്പോൾ ഇന്ത്യയും ഇങ്ങനെ ഇന്ത്യയൊക്കെ സഹകരിച്ചിട്ടാണ് 2 ദശകമായിട്ട് ഈ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിന് നെതന്യാഹുവും രംഗത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.